റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയ തീരുമാനത്തെ ശക്തമായി ന്യായീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ ചോദ്യം ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾ വർഷങ്ങളായി ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. എന്നാൽ ഇന്ത്യ ഇതുവരെ യൂറോപ്പിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന ശക്തികളും പുതിയ ഭൗമരാഷ്ട്ര മത്സരവും എന്ന സെഷനിൽ ഫിൻലൻഡിൽ നടന്ന കുൽത്തരാന്ത ടോക്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യയോട് ഇന്ത്യ വളരെയധികം താല്പര്യം കാണിക്കുന്നു എന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. താങ്ങാനാവുന്ന വിലയും വിതരണ യാഥാർത്ഥ്യങ്ങളും അനുസരിച്ചാണ് ഇന്ത്യയുടെ ഊർജ്ജ തീരുമാനങ്ങളെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വിലയും ലഭ്യതയും അടിസ്ഥാനമാക്കിയാണ്. ആ സമയത്ത് വിപണിയിൽ ലഭ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും റഷ്യൻ ആയിരുന്നു എന്ന് വിശദീകരിച്ച കേന്ദ്രമന്ത്രി യൂറോപ്പിന്റെ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയും നൽകി. യൂറോപ്പ് കയറ്റുമതി ചെയ്യുന്ന ആയുധങ്ങൾ വർഷങ്ങളായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഇതുവരെ യൂറോപ്പിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. യൂറോപ്യൻ ആയുധങ്ങൾ കയറ്റുമതി പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. 2022 റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരണമെന്ന് US നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി ജയശങ്കർ പറഞ്ഞു.